ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ വിത്ത് മീ PSC യൂട്യൂബ് ചാനൽ. അപ്പോൾ PSC എക്സാംസിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു കുട്ടി വീഡിയോ ആണ്, ഒരു സ്റ്റാർട്ടിംഗ് വീഡിയോ ആണ്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ. ഇപ്പോൾ ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നാൾ മുമ്പ് വരെ PSC അത്യാവശ്യം ഡെഡിക്കേറ്റഡായി പഠിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം പഠിക്കുന്ന ആളാണ്. അങ്ങനെ PSCക്ക് വേണ്ടി പഠിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് തൊട്ടൊരു പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ ഒരു അത്യാവശ്യം നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ പിന്നെയും പഠിച്ചു തുടങ്ങാൻ പോവാണ്. നമുക്കറിയാം 2026 PSC ഒരുപാട് എക്സാമുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഫോട്ടോസൊക്കെ ഞാൻ കുറച്ച് നാൾ മുമ്പ് പഠിച്ചിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഞാനൊരു ഒരു പഠിക്കാനായിട്ടുള്ളൊരു മൂഡ് ക്രിയേറ്റ് ചെയ്തെടുത്തിരുന്നതെന്ന് ഞാൻ പറയാം. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് ബുക്കുകളൊക്കെ അടക്കി പറക്കി വെച്ചിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ കണ്ടില്ലേ, ടെക്സ്റ്റ് ബുക്കുകൾക്ക് ഒരു സെക്ഷൻ, അതേപോലെ തന്നെ എൻ്റെ നോട്ട്, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ നോട്ടിന് ഒരു സെക്ഷൻ, അതുകൂടാതെ മാത്സ് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാൻ ഒരു സെക്ഷൻ, അതുകൂടാതെ സിലബസ്, നമ്മൾ ഏത് എക്സാമിന് വേണ്ടിയാണ് മെയിനായിട്ട് പ്രിപ്പയർ ആകുന്നത് അതിൻ്റെ ഒരു സിലബസ് ഞാൻ കോപ്പി എടുത്ത് വെച്ചിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വാളിൽ നോക്കിയാൽ കാണാം കേരളത്തിൻ്റെ, ഇന്ത്യയുടെ മാപ്പുകൾ. അതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ആർക്കും പറഞ്ഞു തന്നിട്ടല്ല, എൻ്റേതായ രീതിയിൽ ഞാൻ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അതേപോലെ തന്നെ എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന, എനിക്ക് എപ്പോഴും തെറ്റുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഒരു പേപ്പറിൽ വരച്ച് എഴുതിയിട്ട് ചുമരിൽ ഒട്ടിക്കുകയായിരുന്നു. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ കണ്ടോ, നല്ല നീറ്റായിട്ട് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെക്കുക. അപ്പോൾ തന്നെ നമുക്കത് പഠിക്കാൻ തന്നെ, പഠിപ്പിനോടൊരു ഇഷ്ടം തന്നെ വരും. ഇപ്പോൾ റാങ്ക് ഫയൽ ഒരു ഭാഗത്ത്, അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഈ റാങ്ക് ഫയൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബുക്കുകൾ ഏതാ, സോഴ്സുകൾ ഏതൊക്കെ എന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അതിനൊക്കെ മുമ്പ് ഞാൻ എന്താ വെച്ചാൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT മലയാളം ടെക്സ്റ്റ് ബുക്ക് സംഘടിപ്പിച്ചിട്ട് അതൊക്കെ ഞാൻ അടക്കി പറക്കി വെച്ചിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ കാണിച്ച പോലെ സിലബസ് എടുത്തു വെച്ചിരുന്നു. ഇപ്പോൾ നിങ്ങൾ കുഞ്ഞു കുറേ നോട്ടുകളൊക്കെ, അത് എന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കുഞ്ഞു കുറിപ്പുകളാണ്. അതൊക്കെ എഴുതി ഞാൻ ഒട്ടിച്ചിരുന്നു. ഇന്നിൽ തന്നെ ഒരു വിശ്വാസം എനിക്ക് വരാൻ വേണ്ടിയിട്ട് കുഞ്ഞു ഓരോ കോട്ടിങ്ങുകളും കാര്യങ്ങളും, വേൾഡ് മാപ്പ്, ഇന്ത്യ മാപ്പ്, കേരള മാപ്പൊക്കെ ഞാനിങ്ങനെ വാളിൽ ഒട്ടിക്കുമായിരുന്നു. അതേപോലെ തന്നെ ഇതൊക്കെ കുറച്ച് മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ എൻ്റെ റാങ്ക് ഫയലുകൾ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പെൻസിലൊക്കെ വൃത്തിയിൽ അടക്കി പിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നോട്ട് ബുക്കുകൾ, ഈ കാണുമൊക്കെ എൻ്റെ SCERT ബുക്കുകളാണ് കേട്ടോ. ഞാൻ പല കുട്ടികളുടെ നിന്നായിട്ട് കളക്ട് ചെയ്ത് SCERT ബുക്കുകളാണ്. അതുപോലെ തന്നെ കറണ്ട് അഫെയറിൻ്റെ ഒരു വലിയ PDF കിട്ടിയപ്പോൾ അത് ഞാൻ പ്രിൻറ്റ് ചെയ്തെടുത്ത് വെച്ചായിരുന്നു. ഈ കാണുന്നത് എൻ്റെ എക്സാമുകളാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഇത് കൂടാതെ ഞാൻ കുറച്ച് എക്സാമുകൾ എഴുതിയിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ എനിക്ക് തന്നെ ഒരു ഇതാവാൻ, ഓക്കെ ഇത്ര എക്സാമുകൾ എഴുതി, ഇനി ഇങ്ങനെ എക്സാം എഴുതിയിരുന്നാൽ പോരല്ലോ, ഈ ലൈഫിലൊരു നമ്മൾ ആഗ്രഹിക്കുന്ന എന്താ, നമുക്കൊരു PSC ജോലിയാണ്, അത് വേണമല്ലോ എന്ന് എന്നെ തന്നെ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പേപ്പറുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക എല്ലാം അടക്കി പറക്കി വെച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ എവിടെയുള്ളത് ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടായ ഷോർട്ട് ലിസ്റ്റുകളാണ്. പ്രിലിംസിനൊക്കെ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ട് തന്നെ ഞാൻ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാറുണ്ട്. പക്ഷേ മെയിൻ എക്സാം വരുമ്പോഴാണ് പ്രശ്നം പറ്റുന്നത്. എന്നെപ്പോലുള്ള കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം, പ്രിലിംസിൽ നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് കൂടെ മെയിൻ എക്സാം ആകുമ്പോൾ ഒന്നും ആവാതെ, അല്ലെ ഒരു ലിസ്റ്റിലും അറ്റ്ലീസ്റ്റ് ഒരു സപ്ലി ലിസ്റ്റിൽ പോലും ഇതുവരെ കയറി പറ്റാൻ പറ്റാത്തവരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു തുടക്കം പോലെ ഇന്ന് മുതൽ എല്ലാവർക്കും കൂടി ഒന്നിച്ചു കൂടിയാലോ?